പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 29-ാം വാക്യം. ഈ വിധത്തിൽ വെടിവെപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ലാത്തതുകൊണ്ട് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തെയല്ലാതെ മറ്റാരെയും ആരാധിപ്പാൻ പാടില്ല. അങ്ങനെ ആരാധിക്കുന്നവരെ, അങ്ങനെ ചെയ്താൽ അവരെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവരുടെ വീടുകളെ കുപ്പക്കുന്നുകളാക്കി കളയുകയും ചെയ്യുമെന്ന നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു രാജകൽപ്പന. അല്പം മുമ്പേ രാജാവ് ഒരു നിയമം ഉണ്ടാക്കിയിരുന്നു. താനുണ്ടാക്കിയ സ്വർണ്ണബിംബത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനയോട് ചേർന്ന് നിന്ന, കൽപ്പനകളെ പ്രമാണിപ്പാൻ ആഗ്രഹിച്ചിരുന്ന ദൈവഭക്തന്മാർ അവരുടെ ദൈവകൽപ്പനയിൽ ഉറച്ചു നിന്നതുകൊണ്ട് രാജാക്കന്മാർ തങ്ങളുടെ നിയമങ്ങളെ മാറ്റി എഴുതേണ്ടതായി വന്നു. നിങ്ങൾ യഹോവയിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ദൈവകൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യേണ്ടുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഒരുപക്ഷെങ്കിൽ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാലും സർവശക്തനായവൻ ഉയരത്തിൽ നിന്ന് നമുക്കായി എഴുന്നേറ്റു വരികയും രാജാക്കന്മാർ തങ്ങളുടെ നിയമങ്ങളെ മാറ്റി എഴുതുകയും ചെയ്യും. ആമേൻ.